പല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാലോ ഇതങ്ങ് ചുരുങ്ങും. ചുരുങ്ങി കഴിയുന്നതോടുകൂടി മുഖം അങ്ങോട്ട് കൊളാപ്സ് ചെയ്ത പോലെയാവും. ഇതിനെയാണ് നമ്മൾ ഫേഷ്യൽ കൊളാപ്സ് എന്ന് പറയുക. ഈ കൊളാപ്സ് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് ഫേസ് ലിഫ്റ്റ് വരികയാണ് ഓട്ടോമാറ്റിക്കലി. ഇതിനെയാണ് നമ്മൾ ഡെന്റൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് പല്ലുകൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഉള്ള പല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടോ നമ്മുടെ ഈ ഡിസ്റ്റൻസ് മൂക്കിന്റെ അടിഭാഗത്ത് നിന്ന് ചിൻ വരെയുള്ള ആ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തിരുത്തുന്ന പ്രക്രിയ, അതുമൂലം നമുക്ക് ഫേസിന് തുടിപ്പും ഫേസിന്റെ വലിപ്പം കൂടുന്നതോടുകൂടി നമുക്ക് അവിടെ ഫേസ് ലിഫ്റ്റ് ആയി. അപ്പൊ ഇതിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. മൂക്കിന്റെ അടിഭാഗത്ത് നമ്മൾ ഒരു ലൈൻ വരച്ച് നമ്മൾ ചിന്റെ അടിയിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ഒന്നുകൂടെ ചെറുപ്പാവുകയാണ് പേഷ്യന്റ്. ഇപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു 3 ഇഞ്ച്